CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് CV വർഗീസ് പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപ സംഗമവും നടന്നു. ഏരിയ കമ്മിറ്റിയിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച 30-ലേറെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു കൈമാറിയ ദീപങ്ങൾ ജാഥകളായി വിവിധ മേഖലകളിലൂടെ ഇടുക്കിക്കവലയിൽ എത്തി. ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. തുടർന്ന് വമ്പിച്ച ജാഥയായി രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് ദീപശിഖ പ്രയാണത്തിൽ അണിചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് CV വർഗീസ് പറഞ്ഞു. സതീശൻ പറഞ്ഞു, ഞങ്ങൾ 2026 ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ആ VD സതീശനോട് പറയുന്നു, ഞങ്ങളുടെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് വള്ളിയമ്മയെ സാക്ഷി നിർത്തി രക്തസാക്ഷികളെ സാക്ഷി നിർത്തി പറയുന്നു, 2026 വീണ്ടും ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മൂന്നാം തവണയും ഈ കേരളത്തിലെ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കുന്ന അനശ്വരമായ ഉജ്ജ്വലമായ തീരുമാനം ഏറ്റെടുക്കാൻ അതിന്റെ ഭാഗമായി ഇവിടുന്ന് പ്രിയപ്പെട്ട വള്ളിയമ്മയെ ഏറ്റുവാങ്ങുന്ന ദീപശിഖ ഈ പാർട്ടിയുടെ പ്രയാണത്തിന് മുന്നോട്ടുള്ള തീയായി കൊടുങ്കാറ്റായി അതുപോലെ തന്നെ ഉയർന്നു വരുന്ന ആ പോരാട്ട ഭൂമിയിലേക്ക് നിങ്ങൾ ഒത്തുചേർന്ന മുഴുവൻ സഖാക്കളെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് അഭിവാദ്യം ചെയ്ത് വരുന്ന 6-ാം തീയതി നടക്കുന്ന ഭരണത്തിൽ 1.5 ലക്ഷം ആളുകൾ എഴുന്നേൽക്കുന്ന ഭരണത്തോടുകൂടി ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സമാപിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഒരു പുതിയ നിശാബോധത്തിന്റെ പുതിയ പോരാട്ടത്തിന്റെ വീറും വാശിയുമായ സമ്മേളനം മാറാൻ അതിന് ആവേശം പകരാൻ ഉടനെ ആരംഭിക്കുന്ന പ്രിയപ്പെട്ട വള്ളിയമ്മയെന്നും സഖാവ് റോമിയെ ഏറ്റുവാങ്ങുന്ന ആ ദീപശിഖ പ്രയാണത്തിന് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ക്യാപ്റ്റനായ ജാഥയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു വൈസ് ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറിമാരായ PB സബീഷ്, മാത്യു ജോർജ് എന്നിവർ അംഗങ്ങളുമാണ്. രക്തസാക്ഷി വിനോദിന്റെ അമ്മ വള്ളിയമ്മ ദീപശിഖ തെളിയിച്ചു. തുടർന്ന് പ്രയാണമായി ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ എത്തി. തിങ്കളാഴ്ച രാവിലെ പ്രയാണം ആരംഭിച്ച തൊടുപുഴയിലെ സമ്മേളന നഗറിലെത്തും. ഇരട്ടയാറ്റിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു.